പകുതി വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ദേഹമാകെ കരിപൂശി മുഖം മൂടി ഇരുട്ടിൻ്റെ മറവിലൂടെ ആ സംഘം വീടുകൾ തേടി എത്തുകയായി. നരിക്കുറുവകൾ. ആരാണ് നരിക്കുറുവകൾ? കുലധർമ്മം പാലിക്കാൻ ചോരശാസ്ത്രം പഠിച്ചു വരുന്ന പെരുങ്കള്ളന്മാർ. ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു മോഷണ സംഘത്തിൻ്റെ പേരാണത്. ഈ മോഷണ സംഘത്തെക്കുറിച്ച് തീരെ ചെറിയ വിവരങ്ങൾ മാത്രമേ ഇന്നും പുറം ലോകത്തിന് അറിയുകയുള്ളൂ. അത്രയേറെ നിഗൂഢമായ വഴികളിലൂടെയാണ് ഇവരുടെ രാത്രി സഞ്ചാരം. ഈ സംഘം എവിടെയും പതിവായി തങ്ങുകയില്ല. മോഷണം ഒരു പാരമ്പര്യ കുലധർമ്മമാണെന്ന് കരുതി ജീവിക്കുന്ന ഒരു വിഭാഗമാണിത്. തമിഴ്നാട്ടിലെ പോത്തന്നൂർ, മധുക്കര, വാളയാർ, കമ്പം, തേനി, തഞ്ചാവൂർ എന്നിവിടങ്ങളിലാണ് ഈ സംഘത്തിൻ്റെ സാന്നിധ്യമുള്ളത്. 4-5 പേരടങ്ങുന്ന ചെറു കൂട്ടമായിട്ടാണ് ഇവരുടെ സഞ്ചാരം. ഇവരുടെ മോഷണ രീതികൾ പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് ക്രോഡീകരിച്ചാണ് പോലീസ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഈ സംഘത്തിൻ്റെ മോഷണ രീതികൾ ആധികാരികമായി ആർക്കും ഉറപ്പുവരുത്താനായിട്ടില്ല. അത്രയേറെ രഹസ്യാത്മക സ്വഭാവമാണ് ഇവരുടെ മോഷണങ്ങൾക്ക്. ചെറുപ്പം മുതലേ തങ്ങളുടെ കുലധർമ്മമായ മോഷണം ഇവർ അഭ്യസിക്കാൻ തുടങ്ങുന്നു. എങ്ങനെ സമർത്ഥമായി മോഷണം നടത്താം എന്നതിനെപ്പറ്റിയുള്ള പാഠ്യപദ്ധതികൾ തസ്കര ഗുരുക്കന്മാർ ഇവരെ പഠിപ്പിക്കും. ഒപ്പം ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി ആയോധന മുറകളും പഠിപ്പിക്കാറുണ്ട്. വിവിധങ്ങളായ ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്നും പഠിപ്പിക്കും. ചെറുപ്പം മുതൽ ദേഹത്ത് ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് ചോരയൊഴുക്കിയാണ് പരിശീലനം. ഇതവരെ ധൈര്യശാലികളാക്കുന്നു. കുട്ടിക്കാലം മുതലേ ഈ രീതിയിൽ ചോരപ്പാടുകൾ സൃഷ്ടിച്ചും ചോരച്ചാലുകൾ കണ്ടും വളർന്നു വരുന്നതിനാൽ ചോര കണ്ട് അവർ അറച്ചു നിൽക്കാറില്ല. മോഷണത്തിന് മുന്നോടിയായി ഇവരുടെ ധർമ്മദൈവം വാഴുന്ന കോവിലിൽ നേർച്ചയർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആയുധം സമർപ്പിച്ചാണ് പ്രാർത്ഥന. കൂട്ടത്തിലൊരാൾ ഏതെങ്കിലും തരത്തിൽ പിടിയിലായാൽ മർദ്ദനമുറകൾ എത്ര ഏറ്റാലും സംഘത്തെ ഒറ്റിക്കൊടുക്കാൻ പാടില്ല എന്ന ദൃഢപ്രതിജ്ഞയാണ് ഇവരെടുക്കുക. തമിഴ്നാടാണ് ഇവരുടെ ജന്മദേശം. എങ്കിലും മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകൾ കുറുവകൾക്ക് അറിയാം. ആർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല. സംഘം ഒരിടത്ത് താവളമടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ ആരും പുറത്തിറങ്ങില്ല. സ്ത്രീകളാണ് അധികവും നാടോടികളായി ചുറ്റിയടിക്കുക. സ്ത്രീകളും അല്പം മുതിർന്ന കുട്ടികളും അടങ്ങുന്ന സംഘം മോഷണം നടത്തേണ്ട വീടുകൾ തേടി യാത്രയാകും. അതിനായി പ്രളയസഹായം ചോദിച്ചും ദാരിദ്ര്യം പറഞ്ഞും കയറി വരും. ചൂരൽ വിൽപ്പന, കമ്പിളി വിൽപ്പന എന്നിവയും തരാതരം പോലെ പ്രയോഗിക്കും. പുരുഷന്മാർ പിച്ചാത്തിരാകാനും ആക്രിക്കച്ചവടക്കാരായും വീടുകളിൽ കയറും. അവർ ലക്ഷ്യമിടുന്ന വീട് അടയാളപ്പെടുത്താൻ ചുണ്ണാമ്പ് കൊണ്ടുള്ള മിശ്രിതം പുരട്ടും. ഇത് വീട്ടുകാർ ശ്രദ്ധിക്കണമെന്നില്ല. വീട് സ്പോട്ട് ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ പുരുഷന്മാരെ അറിയിക്കും. ആമവേട്ട, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവയുമായി പുരുഷന്മാർ പകൽ സമയം കഴിച്ചുകൂട്ടും. ഈ സംഘാംഗങ്ങൾ പകൽ സമയങ്ങളിൽ കഴിഞ്ഞുകൂടുക ഏതെങ്കിലും പാലത്തിന് കീഴിലോ റെയിൽവേ ട്രാക്കിന് സമീപത്തോ കലുങ്കുകൾക്കിടയിലോ ഒക്കെയാകും. കുറുവാ സംഘത്തിലൊരാൾ വീട് കണ്ടുവയ്ക്കാൻ സ്ത്രീകൾക്കൊപ്പം പോകും. 4-5 പേരടങ്ങുന്ന സംഘം മുഖം മറച്ച് ദേഹമാകെ എണ്ണയും കരിയും തേച്ച് കയ്യിൽ ആയുധവും ധരിച്ച് മോഷണത്തിന് തയ്യാറെടുക്കും. പുലർച്ചെ 1 മുതൽ 4 വരെയാണ് മോഷണ സമയം. ഈ നേരത്ത് വീട്ടുകാർ ഗാഠമായ ഉറക്കത്തിലാകുമെന്ന് ഇവർക്കറിയാം. വീടുകളുടെ പുറത്തു വന്ന ശേഷം ടാപ്പ് തുറന്നു വിടുക, ശബ്ദമുണ്ടാക്കുക, കുട്ടികളുടെ കരച്ചിൽ ശബ്ദം കേൾപ്പിക്കുക തുടങ്ങിയ തന്ത്രങ്ങളിലൂടെ വീട്ടുകാരെ ഉണർത്തും. വീട്ടുകാർ കാരണം തേടി പുറത്തിറങ്ങി വരുന്ന സമയത്ത് സംഘം അകത്ത് കടക്കും. ഒന്നോർക്കുക, ലൈറ്റിട്ട് നമ്മൾ ഈ സംഘത്തെ തിരിച്ചറിഞ്ഞാലും പിന്മാറുന്നവരല്ല കുറുവകൾ. കാരണം സ്വർണമോ പണമോ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള വീടുകളായിരിക്കും ഇവർ സ്കെച്ച് ചെയ്തിട്ടുള്ളത്. ആ വീട്ടിൽ മോഷണം നടത്താതെ മടങ്ങിയാൽ അവർക്ക് അത് വലിയ നഷ്ടവും മെനക്കേടുമാണ്. വീടിൻ്റെ ആളെണ്ണം, സാമ്പത്തിക സ്ഥിതി, പിൻവാതിലിൻ്റെ ഉറപ്പ് എന്നിവയെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കും. എത്ര അടച്ചുറപ്പുള്ള വീടാണെങ്കിലും പിൻവാതിലിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ചെറുത്തുനിൽപ്പിലൂടെ ഈ സംഘത്തെ ഒരു തരത്തിലും നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. കീഴടങ്ങിയാൽ ജീവൻ രക്ഷിക്കാം. പ്രതിഷേധിച്ചു നിന്നാൽ അവർ ആയുധ പ്രയോഗം നടത്തും. തങ്ങുന്ന ഇടത്തു നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ഇവരുടെ മോഷണ പരിധി. വീട്ടിൽ സ്വർണമോ പണമോ ഉണ്ട് എന്ന് ഉറപ്പുള്ള വീടുകൾക്കായി 1 മാസമോ അതിലധികമോ അവർ ക്ഷമയോടെ കാത്തിരിക്കും. കാരണം തങ്ങളുടെ മോഡസ് ഓപ്പറാണ്ടി പരാജയപ്പെടാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. നരിക്കുറുവകളെ നന്നാക്കിയെടുക്കാൻ പല പണികൾ നോക്കിയിട്ടും തമിഴ്നാട് സർക്കാർ പരാജയപ്പെടുകയായിരുന്നു. ക്രൂരന്മാരായ ഈ പെരുങ്കള്ളന്മാരെ തറപറ്റിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ.
നാടും നഗരവും ഉണരുക. അയൽപക്കക്കാർ പരസ്പരം ജാഗ്രതയോടെ കാത്തിരിക്കുക.